നമസ്കാരം, ഞാൻ ഡോക്ടർ ഉണ്ണിക്കുട്ടൻ, പട്ടം SCTയിലെ ഓർത്തോപെഡിക് സർജനാണ്. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ എന്താണ് ചെയ്യുന്നതെന്ന് പൊതുവെ രോഗികൾ സംശയം ചോദിക്കാറുണ്ട്. തുടയെല്ലും കണങ്കാലെല്ലും സംയോജിക്കുന്നിടത്തുള്ള ഒരു സന്ധിയാണ് കാൽമുട്ട്. ചിരട്ട എന്ന് പറയുന്ന ചെറിയൊരു ബോണും അവിടെ സംയോജിക്കുന്നു. ഈ എല്ലുകളുടെ എല്ലാം അഗ്രഭാഗത്ത് കട്ടി കുറഞ്ഞതും മിനുസമേറിയതുമായ ഒരു എല്ലിൻ്റെ രൂപഭേദമുണ്ട്. അതാണ് തരുണാസ്ഥി. തരുണാസ്ഥിയിൽ തേയ്മാനം സംഭവിക്കുമ്പോഴാണ് കാൽമുട്ടിൽ വേദന അനുഭവപ്പെടുന്നത്. പ്രായാനുപാതികമായിട്ടുള്ള മാറ്റങ്ങളും അമിതമായിട്ടുള്ള ശരീരഭാരവും കാൽമുട്ടിൻ്റെ പേശികൾക്കുള്ള ബലക്കുറവും ഇതിന് കാരണമാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന തേയ്മാനത്തിൻ്റെ പേരാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഇതുകൂടാതെ രക്തസംബന്ധമായിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെയുള്ള കാരണങ്ങൾ, അണുബാധ, പരിക്കുകൾ എന്നിവ കാരണവും കാൽമുട്ടിൽ തേയ്മാനം സംഭവിക്കാം. വേദന മാത്രമല്ല, കാല് വളയുന്നതിനും തേയ്മാനം കാരണമാകുന്നു. വേദന അകറ്റുക, അതോടൊപ്പം കാൽമുട്ടിൻ്റെ വളവ് നിവർത്തുക, ഇത് രണ്ടുമാണ് ശസ്ത്രക്രിയയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഈ എല്ലുകളുടെ അഗ്രഭാഗം തേഞ്ഞുപോയ തരുണാസ്ഥിയോടുകൂടി മുറിച്ചു മാറ്റുകയും പകരം അവിടെ ലോഹനിർമ്മിതമായിട്ടുള്ള ഇംപ്ലാന്റുകൾ ബോൺ സിമെൻറ്റ് ഉപയോഗിച്ച് ഘടിപ്പിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കട്ടി കൂടിയതും മിനുസമേറിയതുമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പോളി എത്തിലീൻ പ്ലാസ്റ്റിക്കിൻ്റെ കോമ്പണൻറ്റ് കൂടി ഇടയിൽ ചേർക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കാൽമുട്ട് ഊന്നി നടക്കാൻ രോഗിയെ അനുവദിക്കുന്നു. മുട്ട് തുറന്നുള്ള ശസ്ത്രക്രിയയിലൂടെയാണ് സന്ധി മാറ്റിവെക്കുന്നത്. അരയ്ക്ക് കീഴ്പോട്ട് മരവിപ്പിക്കുന്ന സ്പൈനൽ അനസ്തേഷ്യ ആണ് ഇതിന് പൊതുവെ ഉപയോഗിക്കാറുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ കാലൂന്നി രോഗിക്ക് നടക്കാവുന്നതാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം എടുക്കുന്നു. അതിനുശേഷം രോഗിക്ക് മുറിവിൻ്റെ ഭാഗം കഴുകി നനയ്ക്കാവുന്നതാണ്. പ്രാരംഭഘട്ടത്തിലുള്ള തേയ്മാനം ശസ്ത്രക്രിയ കൂടാതെ ശസ്ത്രക്രിയ ഒഴിവാക്കി ചികിത്സിക്കാവുന്നതാണ്. കാൽമുട്ടിൻ്റെ പേശി ബലം കൂട്ടുവാൻ വേണ്ടിയുള്ള വ്യായാമങ്ങളും അതോടൊപ്പം ചില മരുന്നുകളും ആണ് അതിനുവേണ്ടിയുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാർഗം.